അച്ഛന്റെ ക്യാൻറ്റീനിലേക്ക്. വേദാന്ത്, വണ്ടി എടുക്ക്, വാ പോവാം. എന്തു വന്നാലും ശരി, അവരെ ഇന്നൊരു പാഠം പഠിപ്പിച്ചിരിക്കും. വേണ്ട സിദ്ധാർത്ഥ്, ഇതിനുള്ള വഴി അങ്ങനെയല്ല. ദേഷ്യത്തിൽ പെട്ടെന്നെടുത്ത് ചാടരുത്. ക്ഷമയോടെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്തു പറ്റി? ആംഗ്രി യങ് മാൻ ആയ വേദാന്ത് ചോക്ലേറ്റ് ഹീറോയെ പോലെ സംസാരിക്കുന്നു. എന്താ ആലോചിക്കുന്ന സിദ്ധാർത്ഥ്? അത് പിന്നെ വേദാന്ത് എന്തിനാ ഈ ചെറിയ സെറ്റപ്പുള്ള ഷട്ടർ കടയൊക്കെ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളുടെ റേഞ്ചിന് വേണമെങ്കിൽ വലിയ ഹോട്ടലിടാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടല്ലോ. ചെറിയൊരു സ്പേസ് മതിയല്ലോ സിദ്ധാർത്ഥ്. അമൂല്യയുടെ അച്ഛനാണെങ്കിൽ ഹോട്ടലൊന്നും ഇഷ്ടപ്പെടില്ല. ആൻഡ് മോറോവർ, നിങ്ങൾ പറയുന്ന പോലെ വലിയ ഹോട്ടലിടാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാന്നും അദ്ദേഹം പറയുന്നു. വലിയ സ്പേസ് കിട്ടുന്ന വലിയ പ്രശ്നമല്ല, പക്ഷെ അവിടെ ബിസിനസ് നന്നായി നടന്നില്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് പ്രശ്നമാവും. അവർക്ക് കൊടുക്കേണ്ട റെന്റ് കൂടെ നമ്മൾ നോക്കേണ്ടതല്ലേ? അവരെ കൂടുതൽ എംപവർ ചെയ്യാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ കടങ്ങൾ ഉണ്ടാക്കാനല്ലല്ലോ. ഇതുകൊണ്ട് നിങ്ങളെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതിന്റെ ഓണർ ചാവി എങ്ങനെ കിട്ടിയോ അതുപോലെ തന്നെ തിരിച്ചു തന്നേക്ക. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോലും ഇല്ല. അവര് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മൾ ക്ലീൻ ചെയ്യില്ലേ? ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പൊ തുടങ്ങിയാലോ? ഷുവർ. ആരോട് ചോദിച്ചിട്ടോ ഇതിവിടെ തുടങ്ങിയ? ഈ ഏരിയയിൽ ആരെന്ത് ബിസിനസ് തുടങ്ങിയാലും ഭാർഗവൻ ചേട്ടന് കൊടുക്കാനുള്ള പടി കൊടുത്തിരിക്കണം. അച്ഛൻ, ഞാൻ പോയിട്ട് വരാം. പാവം അച്ഛൻ ഇന്നലെ നടന്ന കാര്യങ്ങൾ ആലോചിക്കായിരിക്കും. അച്ഛൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ അറിയാം മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഇരിക്കാറില്ല. നിന്റെ അച്ഛൻ ഇന്നലെ മുഴുവൻ ഉറങ്ങിയിട്ടില്ല മോളെ. നടക്കാൻ പാടില്ലാത്തതല്ലേ നടന്നത്, അതാലോചിച്ച് വിഷമിച്ചിരിക്കുക. അമ്മേ, അച്ഛനല്ല മറ്റാരാണെങ്കിലും എങ്ങനെയാ ഉറങ്ങാൻ പറ്റുന്നേ? അവരെല്ലാം എത്ര വൃത്തികേടായിട്ടാ നമ്മളോട് വന്ന് പെരുമാറിയത്. നിങ്ങളുടെ അച്ഛൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക മോളെ. പക്ഷെ നിങ്ങളോ ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാ കാറ്ററിംഗ് സാധനങ്ങളും എടുത്തോണ്ട് പോവുകയും ചെയ്തു. ഒരു കാരണമില്ലാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ആ കാരണമല്ലേ മോളെ രാവിലെ മുതൽ ഞാൻ നിന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നേ. പക്ഷെ നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെ വെറുതെ ഒരു കാര്യം പറയാൻ പറ്റുമോ അമ്മേ? പറയേണ്ട സമയത്ത് പറഞ്ഞാലല്ലേ അതിനൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. ഞാനത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. പക്ഷെ നിങ്ങൾ എന്തിനാ ഇത്രയധികം ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം പറയാതിരുന്ന ടെൻഷൻ അടിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ചുറ്റിലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല.
ഈ മെസ്സ് തുടങ്ങുന്നതിനെ പറ്റി നിങ്ങളുടെ അച്ഛൻ എന്തുമാത്രം ആഗ്രഹമുണ്ടെന്ന് നിനക്കറിയോ മോളെ? അദ്ദേഹത്തിന്റെ ഉത്സാഹം കണ്ട് എനിക്കെന്നെ അത്ഭുതം തോന്നി. നിങ്ങളുടെ അച്ഛന്റെ PFന്റെ കാശ് കിട്ടിയപ്പോ തന്നെ അദ്ദേഹം പോയി പാത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ലമ്മേ. എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ നടക്കും. ചുമ്മാ ആവശ്യമില്ലാതെ എന്തിനാ മോളെ ഇങ്ങനെ നടക്കാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിനക്കിതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. ആ ചെട്ടിനാട് ഭാർഗവൻ ഒരു ഗുണ്ടയാ. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി അങ്ങോട്ട് ഈ മെസ്സ് തുടങ്ങാൻ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ഭാർഗവൻ ദൈവമല്ലല്ലോ. അയ്യോ, ആ കാര്യം ഇങ്ങ് വിട്ടേക്ക്. അമ്മയ്ക്ക് എന്തായാലും എന്നെ വിശ്വാസമില്ലേ? എനിക്കത് മതി. ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല അമ്മു. അമ്മ പറയ്, അമ്മയ്ക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഉണ്ട്. അത് തന്നെയാ വേണ്ടത്. പകുതി യുദ്ധം ജയിച്ചതുപോലെയായി. അമ്മയെക്കാളും വലിയ പോരാളി ഇല്ലാന്ന് ഏതൊക്കെ സിനിമയിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വിശ്വാസം കിട്ടിയാ പിന്നെ പകുതി യുദ്ധം ജയിച്ചതുപോലെയാ. നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്റെ മനസ്സിലെ വിഷമം മാറ്റി എന്റെ വായടപ്പിച്ചു. കണ്ണടച്ചിട്ടാണെങ്കിലും നിന്റെ തീരുമാനങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ടമ്മോ. ഈ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരണേന്ന് നീ ആഗ്രഹിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആണല്ലോ. ഇതാണ് പ്രമീള. വെറുതെ ആവശ്യമില്ലാത്ത ആലോചിക്കണ്ട അമ്മേ. അമ്മ പഴയ ജനറേഷനാ. അമ്മയെ എങ്ങനെയാവുന്നുണ്ടെങ്കിൽ അമ്മയുടെ മോളാ ഞാൻ എങ്ങനെയൊക്കെ ചിന്തിക്കും. കാട്ടിലൂടെ നടക്കുമ്പോ മുള്ളു കുത്തുന്നത് ഒരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അത് തന്നെ ഓർത്ത് കരഞ്ഞോണ്ട് നിൽക്കാനും പറ്റില്ലല്ലോ. ഉയരങ്ങളിലേക്ക് എത്താൻ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. ഇതിലൊന്നും തളരില്ല. ഒരു മുള്ളു കുത്തിയതല്ലേ ഉള്ളൂ. മുന്നോട്ട് പോകാൻ ഇതൊന്നും തടസ്സമാവില്ല. വരട്ടെ പ്രേമി. ഏടത്തി, ഹെൽപ്പ് വേണോ? അയ്യോ എന്റെ ദൈവമേ, മിലിറ്ററി ചെന്നാ പോലും ഇത്രയും പണിയില്ലായിരുന്നു. അവിടെ കുറച്ച് റെസ്റ്റെങ്കിലും കിട്ടും. ഇവിടെ ഇതുവരെ യുദ്ധം തന്നെ തുടങ്ങിയിട്ടില്ല. എടാ പൊട്ടാ, നീ എന്തിനാ ഇവിടെ യുദ്ധത്തിനെ പറ്റിയൊക്കെ പറയുന്നേ? അത് പിന്നെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇനാഗ്രേഷൻ ആണ് സാർ. ഇനാഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിപ്പത് പണിയായിരിക്കുമല്ലോ സാർ. അതുകൊണ്ടാ ഇനാഗ്രേഷനെ യുദ്ധം എന്ന് പറഞ്ഞേ. മതി മതി, നിർത്ത്. നീ ഡയലോഗടി നിർത്തിയിട്ട് പണിയെടുക്കാൻ നോക്ക്. എന്റെ കുറ്റം പറഞ്ഞു നിൽക്കാതെ നമുക്ക് ചെയ്യാനുള്ള പണികളൊക്കെ വേഗം ചെയ്യാം. ഇനാഗ്രേഷൻ വേഗം നടത്തണമല്ലോ. ഇനി ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ഞാൻ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് വെക്കട്ടെ. ചേച്ചി, ഞാനും വരുന്നു. അയ്യോ, എന്നാ ഞാനും വരുന്നു. അളിയാ, നമുക്ക് പോയ ചെയറുകൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനും ബോസും കൂടെ ചേർന്ന് ഗ്യാസ് കണക്ഷൻ ശരിയാക്കാം. നോ, ഗ്യാസ് കണക്ഷൻ ഒന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് പേടിയാ. ജോലി കള്ളൻ. ശരിയാണല്ലോ, അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തോളാം. വേദം, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ടേബിളൊക്കെ സെറ്റ് ചെയ്തു. ഞാനും ധ്രുവ അകത്ത് പോയിട്ട് ഗ്യാസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് പാല് കാച്ചൽ അങ്ങ് നടത്തിയേക്കാം. അതായത് ധ്രുവൻ സാർ ഗ്യാസ് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ പോവാണല്ലേ? എടാ പൊട്ടാ, എല്ലാവരും നിന്നെ പോലെ ജോലി ചെയ്യാത്തവരല്ല. അയ്യോ, അങ്ങനെയൊന്നും പറയണ്ട. എല്ലാവരും ചേർന്ന് എല്ലാ ജോലിയും ഒരുമിച്ച് ചെയ്യണം. അതാകുമ്പോ എല്ലാ ജോലിയും പെട്ടെന്ന് തീരും. ഇതിന് ഐഡിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട്.
വേദാന്ത്, എന്താ ഈ കാണിക്കുന്നത്? അത് ഈ വഴിയിൽ വെച്ച് ചേച്ചേ, നിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. ദേഹത്ത് കയറി പിടിക്കാൻ പറ്റിയൊരു സാധനം. എന്റെ മുഖത്ത് റൊമാൻസേ വരത്തില്ല, എപ്പോഴും മുഖം വീർപ്പിക്കുന്നു പറയാറില്ല. അങ്ങനെ അല്ലാന്ന് കാണിച്ചു എന്താ? അത് ഈ വഴിയിൽ വെച്ച് കാണിക്കേണ്ടതാണോ? വാട്ടവ അമൂല്യ, നമ്മള് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ചെയ്തില്ലേ? ക്യാൻറ്റീനും കൊണ്ട് മാറ്റിയ കാര്യം വീടിന്റെ അടുത്ത് ബോർഡ് വെക്കാനും പറഞ്ഞു. ഇനിയിപ്പോ ആൾക്കാർ വരുമല്ലോ അല്ലേ? എന്ന് വെച്ചാ ആളുകൾ വരില്ല എന്ന സംശയമുണ്ടോ നിങ്ങൾക്ക്? ഒരുപക്ഷെ ആൾക്കാർ വരാതിരുന്നു കഴിഞ്ഞാ അച്ഛനത് വിഷമമാവില്ലേ? ആൾക്കാർ വരുമല്ലോ അല്ലേ? ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളപ്പോ നടക്കില്ല എന്നൊരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച ദൈവം കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. ഐ എം വെരി ലക്കി ടു ഹാവ് യു അമൂല്യ. എന്തൊക്കെ കഷ്ടങ്ങൾ വന്നാലും നീ നിന്റെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കും. നിന്റെ ഈ സ്വഭാവ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഐ ലവ് യു അമ്മുക്കുട്ടി. ഞാൻ സഹായിക്കണോ? എന്നാ ബാക്കി ചെയ്തോ. പോലെ എനിക്കിത് മൊത്തം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യേണ്ടതെന്നും അറിയില്ല. അറിയാത്ത കാര്യം ചെയ്യാനായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? പുറത്ത് ഒരുപാട് ജോലികൾ വേറെ ഉണ്ടല്ലോ, പോയി അത് ചെയ്യാൻ നോക്ക്. അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചാ ബാക്കി കാര്യങ്ങളൊക്കെ ലേറ്റ് ആവില്ലല്ലോ എന്ന് കരുതി. അതുകൊണ്ട് എല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയാ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേ. ഒരു ഹെൽപ്പും വേണ്ട. ഇതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ പോവാൻ നോക്ക്, ഞാൻ ചെയ്തോളാം. ഇത് ഇതുവരെ ചെയ്തതൊക്കെ തന്നെ വലിയ ഉപകാരം. എന്താ പറഞ്ഞേ? കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ കേൾക്കാനുള്ളതൊന്നും അല്ല പറഞ്ഞേ. അന്ന് ഫാം ഹൗസിൽ വെച്ച് നടന്ന എന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ഞാൻ അതിനൊക്കെ സോറി പറഞ്ഞതല്ലേ. നമ്മളിപ്പോ ഫാമിലി അല്ലേ, അടുത്തറിയുന്നവരല്ലേ. വെറുതെ ഓരോന്ന് പറയണ്ട. നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ഉറപ്പായും ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ശരിക്കും ആലോചിച്ചിട്ടുള്ളതാ. നമ്മൾ രണ്ടും ഒരു ഫാമിലി ആണെന്ന് കൂടെ ഞാൻ ഓർത്തതാ. അല്ലാതെ ഞാനത് വെറുതെ പറഞ്ഞതല്ല. വേറെ ഫീലിങ്സ് ഒന്നും തോന്നാത്തതിന് എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്നാ ആയിക്കോട്ടെ. എനിക്ക് നിങ്ങളോട് തോന്നിയ ഫീലിങ്സ് ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് പറഞ്ഞതാണോ ഇപ്പൊ കുറ്റമായത്? അതങ്ങനെയല്ല. നമുക്ക് മുൻപത്തെ പോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്നോട് വേറെ ഫീലിങ്സ് വരാത്ത പോലെ എനിക്ക് നിങ്ങളെ ഫ്രണ്ട് ആയിട്ടും കാണാൻ പറ്റില്ല. സോ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനും പറ്റില്ല. ഏകദേശം ഒരു 90% ജോലി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇനാഗ്രേഷന് വേണ്ടിയുള്ളത് മാത്രം നോക്കിയാൽ മതി. ശരി അളിയ, നിങ്ങളെല്ലാം റെഡി ആയിക്കോ, എനിക്കൊരു പണിയുണ്ട്, പെട്ടെന്ന് വരാം. ചെറിയ പണിയോ? എന്താ അത്? അത് പിന്നെ അളിയ, ഇവിടെ അഡ്വാൻസ് കൊടുക്കാൻ പൈസ വേണമല്ലോ. അത് സ്റ്റാൻഡിലുള്ള ഒരാളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തരാന്നാ പറഞ്ഞു. അവിടെ ചെന്ന് വാങ്ങാനും പറഞ്ഞു. ഞാനെന്നാ പോയിട്ട് വരാം. അതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. എന്നോട് വെച്ചാൽ ഞാൻ തരുമായിരുന്നല്ലോ. തീർച്ചയായിട്ടും തന്നേനെ. അതില് ഞങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അങ്കിളിന് ഇഷ്ടപ്പെടില്ല. ആരോടും കടം വാങ്ങണ്ട, അങ്ങനെ ഒരു സന്ദർഭം വന്നാ നമ്മൾ തന്നെ റെഡിയാക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. ധ്രുവം പറയുന്നത് ശരിയാ വേദം. ചെറിയച്ഛന്റെ സ്വഭാവം വേദാന്തിന് അറിയാലോ. ശരി, ഞാൻ വാങ്ങിട്ട് വരാം. കണ്ടിട്ട് ഒരു മിനിറ്റ് ചേട്ടാ, കണ്ടിട്ടിന്റെ കൂടെ ചേട്ടനും കൂടെ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തന്നെ ചുറ്റും റൗഡികൾ ഉള്ളതല്ലേ, അല്ലെങ്കിൽ തന്നെ അവർക്ക് നമ്മുടെ മേലൊരു കണ്ണുള്ളതാ. ശരിയാ, ധ്രുവ ചേട്ടൻ പറയുന്നത് തന്നെ ശരി. അതിന്റെ ഒന്നും ആവശ്യമില്ല. അഡ്വാൻസിന്റെ കാര്യം എന്നോട് ചോദിക്കാതെ തന്നെ തെറ്റ്. ആൻഡ് മോറോവർ, ഇവന്റെ കൂടെ പോയി വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനൊന്നും എന്നെ കിട്ടില്ല. ഇവൻ ഒറ്റയ്ക്ക് പോട്ടെ. അല്ല, അവരെ ഒറ്റയ്ക്ക് വിട്ടാ എങ്ങനെ ശരിയാവുന്ന ഇവര് ചോദിക്കുന്നത്. ശരി, ഇവനെ ഒറ്റയ്ക്ക് വിടണ്ട, സിദ്ധാർത്ഥന്റെ കൂടെ വിട്. ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം. ചേട്ടൻ പറഞ്ഞത് ശരിയാ, അവർക്ക് എങ്ങനെ എന്നെ അറിയാനാ. ശരി ശരി, വാ നമുക്കെല്ലാം റെഡിയാക്കിയിട്ട് വരാം. അമൂല്യ, വേഗം വാ, നിനക്ക് പോയിട്ട് റെഡി ആവണ്ടേ? നീ ആരെയും നോക്കുന്നേ? ധ്രുവനെയാണോ? ധ്രുവ വരാൻ ലേറ്റ് ആവും, നമുക്ക് പോയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. വാ. ഒരു 2 മിനിറ്റ് ചേട്ടാ. മേഡം, അത് ഞാൻ മീനാക്ഷിയെ ഓർത്തോർത്താ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നത്. ഫാമിലിയുടെ കാര്യമല്ലേ, അതിനെക്കുറിച്ച് ഓർത്ത് വന്നപ്പോഴത്തേനും ആക്സിലേറ്റർ കൊടുക്കാനേ മനസ്സ് വന്നില്ല. സേഫ്റ്റി അല്ലേ പ്രധാനം, അതുകൊണ്ട് കുറച്ച് പതിയെ വന്നു. അത് കുഴപ്പമില്ല, വന്നല്ലോ, അത് മതി. ചേട്ടാ, ഇതൊന്ന് പിടിക്കേ, അവിടെ വെക്കാം. എടാ പോട്ടെ, വാ. ഇങ്ങോട്ട്. കറക്റ്റ് ആണല്ലോ അല്ലേ? ആ, ഇതോടി വെച്ചപ്പോ കംപ്ലീറ്റ് ആയി. അതിലെന്താ എഴുതിയിട്ടുള്ളേ? എന്തിനാ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നേ? ഇതൊക്കെ സർപ്രൈസാ, അങ്ങനെ തുറക്കാനൊന്നും പറ്റില്ല. ആക്ച്വലി ഞാനിത് ചോദിക്കാൻ വന്നതാ, അപ്പോഴേക്കും വേദാന്ത് ചോദിച്ചു. അല്ല, ഈ സർപ്രൈസ് ആർക്കാ? വേറെ ആർക്കാ? അച്ഛന്. ഈ ക്യാൻറ്റീൻ നമ്മൾ റെന്റിന് എടുത്തതാ. ഇത്രത്തോളം അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു, പിന്നെ ഇനാഗുറേഷനും. ഇതൊന്നും അച്ഛൻ അറിയില്ല. പിന്നെ അതിനേക്കാളും വലിയ സർപ്രൈസോ? ഇന്നലെ വീട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോ മെസ്സ് മുഴുവനായിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരുമെന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കൂടെ ഹെൽപ്പ് കൊണ്ട് ആ ഭാർഗവനെ ഒരു തരത്തിലും പേടിക്കാതെ മെസ്സിനെ ആദ്യത്തെക്കാളും കുറച്ചും കൂടെ വലുതാക്കിയ ഇവിടെ വന്ന് ആരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേദാന്തിന്റെ പ്ലാൻ. അതെന്തായാലും വർക്കാവൂ. അച്ഛൻ ഇതൊക്കെ കാണുമ്പോ ഒരുപാട് സന്തോഷാവും, അതിലൊരു സംശയമില്ല. എന്നാൽ ഈ ബോർഡ് ഉണ്ടല്ലോ, ഇത് അച്ഛന്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹം. അതൊന്ന് നടത്താൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു, അത്രേ ഉള്ളൂ. നീ ചെറിയച്ഛന് പറ്റിയ മോള. ശരി, വാ പോ. വേദാന്ത്, നീയും വാ. ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. ഇപ്പൊ നിങ്ങൾ വിട്ടോ? ശരി, ആയിക്കോട്ടെ, വാ ചേട്ടാ. ബസ്, ഞാനും കുറച്ച് ടച്ചപ്പ് കിച്ചപ്പ് കെച്ചപ്പൊക്കെ ഒന്ന് പെരട്ടിയിട്ട് വരാം കേട്ടോ. ശരി, പോയിക്കോ. തന്റെ ടച്ചപ്പ് മതി, താൻ വായ തുറക്കണ്ട. ബസ്, ചുമ്മാ ലൈറ്റ് ആയിട്ടൊരു തമാശ പറഞ്ഞല്ലേ, ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ PA അല്ലേ. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, ആ കാര്യം മറന്ന് എന്റെ തലേ കയറാൻ വന്നേക്കരുത്. ഓക്കെ ബസ്, ബൈ.